ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വിരുന്നുകാരൊക്കെ വന്നൊരു ദിവസം കേട്ടോ. വിരുന്നുകാർ വന്നു എന്ന് പറഞ്ഞാലും പോരാ, അതിനിടയിലേക്ക് ഒരു കൈനോട്ടക്കാരി കേട്ടോ. രാവിലെ ഞങ്ങളിന്ന് ധോനി ബേബിക്ക് പോളി എടുക്കാൻ പോയിരിക്കുകയായിരുന്നു. പോളി എടുക്കാൻ പോയപ്പോൾ ഇന്ന് രാവിലെ എന്താണെന്നറിയില്ല, കുറച്ച് നേരം വൈകിട്ട് എണീറ്റത്. രാത്രി മോൾ ഉറങ്ങാനായിക്കാണ്ടേക്ക്. അപ്പോൾ ഞങ്ങൾ രാവിലെ ചോറൊന്നും വെച്ചില്ല, ഞാനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ. ഞങ്ങൾ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ പോയി അവിടെ എത്തി പോളിയൊക്കെ എടുത്തിങ്ങോട്ട് വരാൻ നിൽക്കുമ്പോഴാണ് ചെറിയമ്മ എൻ്റെ അമ്മയുടെ അനിയത്തിൻ്റെ മോനെ വിളിച്ചിട്ട് പറഞ്ഞത്, ഇങ്ങനെ മേമി കുട്ടികളും ഒക്കെ വന്നിട്ടുണ്ട്, ഏടത്തിയമ്മമാരൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ ചേച്ചി എവിടെ ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ പുറത്ത് പോയിരിക്കുകയാണ്, ഞാൻ പോളി എടുക്കാൻ വന്നിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ വന്നു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് പാലും കുട്ടികൾക്ക് ബേക്കറിയോ എല്ലാ സാധനം മേടിച്ചിട്ട് വന്നു കേട്ടോ. ഒന്നും ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ ഓടി വന്ന് പിന്നെ ഞാൻ വേഗം ചായയൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ അവർക്ക് വേഗം ചായയും കുട്ടികളുള്ളതല്ലേ, അവർക്ക് ചായയൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ ചായയൊക്കെ കുടി കഴിഞ്ഞ് ഞാനിതാട്ടോ അടുക്കളയിൽ ഓരോ പണിയെടുക്കുകയാണ്. അതിനിടയിൽ ഇതാ കൈനോട്ടക്കാരി പോയിട്ടോ. കൈനോട്ടക്കാരി പോയതിന് ശേഷം ഇതാ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ വന്നപ്പോഴേക്കും ഒരു 12:30 ആയിരിക്കണം കേട്ടോ. കുഞ്ഞു കുട്ടികളല്ലേ, ചെറിയ കുട്ടിക്കുള്ളത് കുറുക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചോറൂണൊക്കെ കഴിഞ്ഞ് ഒരു പോവാറായി. ആ സമയത്താണ് മേമയുടെ മോനും ആ മേമയുടെ ചെറിയ മകൻ്റെ ഭാര്യയും കൂടി, ഇതെൻ്റെ വേറൊരു മേമയുടെ മോനാണ് കേട്ടോ. അപ്പോൾ അവർ ഞങ്ങളുടെ കനാലിൽ പോയിട്ട് ആമ്പൽ പറിച്ചിട്ട് വരിക, വെള്ള ആമ്പലും റോസ് ആമ്പലൊക്കെ. അപ്പോൾ ആ ചണ്ടിയോട് കൂടി കൊണ്ടുവരിക. പൊന്ന ഇവിടെ നോക്ക്, ഹായ് പറ, ഹായ് പറ, കൈ കൊണ്ട് ഹായ് പറ. വേരുണ്ടെങ്കിൽ ഉണ്ടാവും, ഇത് വെള്ളത്തിൽ കൊണ്ടിട്ടുണ്ടാവും. അവിടെ പോയിട്ടില്ല, ഞങ്ങളവിടെ പോയിട്ടാണ് വണ്ടിക്കാരെ പറഞ്ഞ അവിടെ വന്ന് വിളിച്ചിട്ട് പോകുമ്പോണെങ്കിൽ പോകും. ഇങ്ങോട്ട് വരാൻ പറയാം അവിടേക്ക്, അച്ഛന്മാർക്കറിയാൻ വഴിയിലാക്കി. അപ്പം നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം അങ്ങനെ ഇതാ അവർ അതിൻ്റെ ചെളിയും തണ്ടൊക്കെ കളഞ്ഞിട്ടൊക്കെ വേറെ വേറെ തിരിച്ചു വയ്ക്കുക കേട്ടോ. കുഞ്ഞാവൻ ശരിയാക്കുന്നുണ്ട് കേട്ടോ, അവളും കൂടുന്നുണ്ട് പ്രസാദിൻ്റെ കൂടെ. പിന്നെ ഈ മേമ എപ്പോഴെങ്കിലൊക്കെ വരുള്ളൂ കേട്ടോ, എപ്പോഴൊന്നും വരാൻ പറ്റില്ല. അവിടെ നിന്ന് കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളതല്ലേ. ചാക്കിലുണ്ടോ കുഞ്ഞ്? അത് നാളേക്ക് വെള്ളത്തിൽ കൊണ്ടിട്ട് ഇരിക്കുന്നത് ഫോട്ടോ എടുക്കാനാണ്. കൊണ്ടായിട്ട് ഇവിടെ അച്ഛമ്മേനെ കാണുന്നു കണ്ടോ. അത്തമ്മേ പാലക്കാട് കെട്ടി വന്നിക്കണോ, ഒരു തുണി എടുത്തോണ്ട് നോക്കിപ്പോ ആദ്യം കയറിയാ മതിയായിരുന്നേ. ഞങ്ങളിതപ്പോൾ മുരിങ്ങയുടെ ഇല പറിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അവൻ കൊമ്പൊക്കെ താത്തി പിടിക്കുന്നുണ്ട്, കാരണം അവിടെ ലൈൻ കമ്പി ഉള്ളതുകൊണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്ന കൊമ്പാണ് പൊട്ടിക്കുന്നത്. അതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, അതിലേക്ക് മുട്ടുന്നതിന് മുന്നേ പൊട്ടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. മുട്ടിക്കഴിഞ്ഞ് പിന്നെ നമുക്കതിൽ തൊടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല പറഞ്ഞിട്ട് അത് പൊട്ടിക്കുകയാണ് കേട്ടോ. കുറേ ദിവസമായി അത് വെട്ടണം എന്ന് പറഞ്ഞിരിക്കണം കേട്ടോ. അതിന് ഇതുവരെ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളുടെ ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ. കാറ്റെന്ന് പറഞ്ഞാൽ പോരാ, നല്ല കാറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കനാൽ സൈഡാണ് വീടെന്ന് പറഞ്ഞില്ലേ, നമ്മളിനി ആ കനാലും തോടും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം കനാലിൽ വെള്ളമല്ല.
മേമയ്ക്ക് കൊണ്ടുപോകാനുള്ള കേട്ടോ. പാവം പ്രസാദിന് കുറച്ച് പണി കിട്ടിയിരിക്കുകയാണ്. ഇത് മതിയാവൂലേ? വിരുന്നേരതാട്ടോ വരുന്നുണ്ട്. പിന്നെ ഹായ് പറഞ്ഞോ എല്ലാരോടും. ബായ് പറ, കൈയോട് കേട്ട് ഇന്നാലെ കാണുള്ളൂ. ഇതിന്റെ ആങ്ങള കേട്ടോ, ചെറിയ ആങ്ങള. ഞങ്ങള് 3 പെൺകുട്ടികളാണ്. ഇതിന്റെ മേമടൊട്ടി. ഇതാണ് ഞങ്ങളുടെ കൃഷ്ണപ്രസാദ്. ഞാൻ നിന്നോടത്ത് ഭയങ്കര ഉറുമ്പാട്ടോ. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നതാണ്. കിട്ടി കിട്ടി. ഇട്ട് കൊടുക്ക്. ഇടടാ. എന്റെ സാരി കണ്ടിട്ടാണ്. ചെറിയ പറഞ്ഞ വലിയ ധൈര്യമൊന്നും ഉണ്ടായില്ല. നമുക്ക് താഴേക്കൊന്നും ഇറങ്ങണ്ട, അങ്ങനെ പോവുക. ഇറങ്ങിട്ട് കുണ്ടിലേക്കാക്ക്. ബൈ എല്ലാരോടും. നിങ്ങൾ വലുതായിട്ടൊക്കെ പറയാൻ പറ്റില്ല. അപ്പൊ എപ്പോ വേണമെങ്കിലും നടത്താം. ആയിക്കോട്ടെ. നമ്മുടെ കുട്ടി പോണ്ട. അയ്യോ അമ്മമ്മക്ക് കുട്ടി വേണ്ടേ? അയ്യോ വേണ്ട വേണ്ട, നമ്മുടെ കുട്ടി പോകാൻ പറ്റില്ല. ചെറുതെ ഒരു ടാറ്റ കൊടുക്ക്. ടാറ്റ. ഓ എന്റെ പൊന്ന അമ്മേനെ ഞങ്ങൾ ഇവിടെ നിർത്തുക. വന്ന പാവം പോവില്ല. ആയട്ടോ നിന്റെ വരവൊക്കെ ഇനി കണക്കന്നെ ആയിരിക്കും. മറ്റോള് വന്നാ പിന്നെ ഞാൻ എപ്പോഴാ വരുന്നത്? ഇവര് പോകും ചെയ്യും. പോയി അപ്പുറത്ത് ഇങ്ങനെ ഒരു കോഴിയുണ്ടോ? ഇതൊക്കെ ഇങ്ങടെയാണ്. അതൊക്കെ ടാറ്റാ പൊന്നിട്ടി ടാറ്റാ. അപ്പൊ അങ്ങനെ മേമയും കുട്ടികളും എല്ലാരും പോയിട്ടോ. അത് മേമയ്ക്ക് 2 ആൺകുട്ടികളാണ്. അവരുടെ ഭാര്യമാരും മൂത്ത മകന്റെ കുട്ടികളുമാണ് അത് കേട്ടോ. ചെറിയ ആൾക്ക് കുട്ടികളൊന്നും ആയിട്ടില്ല. അപ്പം അങ്ങനെ അവർ പോയി. ഞങ്ങളുടെ അമ്മയുടെ ഒരു ചെറിയമ്മയ്ക്ക് സുഖമില്ലാതെ കിടക്കുകയാണ്. സുഖമില്ലാതെ പറഞ്ഞാൽ കുറച്ച് പ്രായമായി. അപ്പോൾ അവർ ഓർമ്മയൊന്നുമില്ല അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അവരെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പം ഇങ്ങോട്ട് കൂടി വന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ അവർ പോയത്. ഒരു 3, 3:30, 4 മണിയൊക്കെ ആയിട്ടോ. ആ സമയത്താണ് അവർ ഓട്ടോ വിളിച്ചിട്ടാണ് പോയി. ഓട്ടോറിക്ഷക്കാരൻ ഇങ്ങോട്ട് വരാൻ മടിയായിട്ട്, റോഡ് കുറച്ച് മോശമാണ്. അപ്പം ഇങ്ങോട്ട് വരാൻ മടിയായിട്ട് അവരെന്ത് ചെയ്തു, അങ്ങോട്ട് വരാൻ പറഞ്ഞു അയാൾ. അപ്പോൾ അവർ നടന്നു പോവുക വെയിലത്ത് കൂടെ. അപ്പോൾ ബായ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്.